3 ദിവസത്തെ മഴയുടെ തോരാപ്പെയ്ത്തിന് ഇന്ന് കുറച്ച് ശമനമുണ്ട്. ഈ രാവിലെ സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എങ്കിൽ പോലും നദികളിലെ നീരൊഴുക്കിന് യാതൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്ന ഡാമുകളൊന്നും ഇതുവരെയും അടച്ചിട്ടില്ല. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ഇവിടെ ഈ നദികളിലൊക്കെ തന്നെ വലിയ തോതിൽ ജലനിരപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദികളിൽ ഇറങ്ങിയുള്ള കുട്ടവഞ്ചി സവാരി, നദികളുമായി ബന്ധപ്പെട്ട ബോട്ടിംഗ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ജില്ലയിൽ വിലക്ക് തുടരുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ വിനോദസഞ്ചാര മേഖലയിൽ ട്രക്കിങ്ങിനും നിയന്ത്രണമുണ്ട്. മൂന്നാർ, ദേവികുളം മേഖലകളിലാണ് പ്രധാനമായും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വീടിന് മുകളിലേക്ക് മണ്ണ് വീണ് ജീവനുകൾ നഷ്ടപ്പെടുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടു. അതോടൊപ്പം നേര്യമംഗലം, വാഗമൺ മേഖലകളിലും മരം കടപുഴകി വീഴാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയാത്രാ വിലക്ക് ഇതുവരെയും നീക്കിയിട്ടില്ല. എങ്കിൽ പോലും ജില്ലയിൽ പല മേഖലകളിലും മഴ കുറഞ്ഞതിനാൽ നിയന്ത്രണങ്ങളിൽ നേരിയ തോതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ വെള്ളക്കെട്ട്, തൊടുപുഴ ടൗണിലും പരിസരത്തും ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് ഇന്ന് രാവിലെയോടെ ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ നെടുങ്കണ്ടം മേഖലയിൽ കഴിഞ്ഞ ദിവസം KSEB പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 64 വൈദ്യുത പോസ്റ്റുകളാണ് തകർന്നു പോയത്. ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ അത് പുനഃസ്ഥാപിക്കുന്ന ജോലികളുമായി മുന്നോട്ട് പോവുകയാണ് KSEB. NDRF സംഘം മൂന്നാർ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഗ്നിശമന സേനയും പോലീസും ഒക്കെ തന്നെ ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഈ ഡാമുകളുടെ അവസ്ഥ കൂടി ഒന്ന് ശാന്തമായ, അല്ലെങ്കിൽ നീരൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. പൂജ, ശരി നന്ദു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ മഴയുടെ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് 3 ഡാമുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകൾ. അപ്പോൾ അത് തുറന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തൊടുപുഴയാറിൻ്റെയും പെരിയാറിൻ്റെയും തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിലൊക്കെ കടുത്ത നിയന്ത്രണമൊക്കെയുണ്ട്. തൽക്കാലം അങ്ങോട്ടേക്ക് ആരും യാത്രയൊക്കെ പോകാതിരിക്കുക. ട്രക്കിംഗ് ഇല്ല, ബോട്ടിംഗ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണം അവിടെ ഉണ്ട് കേട്ടോ. തൽക്കാലം മഴയൊക്കെ മാറിയിട്ട് നമുക്ക് യാത്രയൊക്കെ പോകാം.